നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ബേസിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്രിയേറ്റ് എ ഫോൾഡർ ഓഫ് യുവർ നെയിം ഓൺ ദി ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പിൽ നമ്മുടെ പേരിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ദെൻ മേക്ക് എ കോപ്പി ഓഫ് ദിസ് ഫോൾഡർ ഇൻ മൈ ഡോക്യുമെന്റ്സ്. റീനെയിം ദിസ് ഫോൾഡർ വിത്ത് യുവർ ഫ്രണ്ട്സ് നെയിം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ പേര് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോൾഡറിനെ കോപ്പി ചെയ്തിട്ട് മൈ ഡോക്യുമെന്റ്സിലോട്ട് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് അവിടുന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ പേരുമായിട്ട് അതിനെ റീനെയിം ചെയ്യുക. നൗ ഡിലീറ്റ് ദി ഫോൾഡർ ഓഫ് യുവർ നെയിം. എന്നിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് നമ്മുടെ പേരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോൾഡർ ഡിലീറ്റ് ചെയ്യാം. ഫ്രം ദി ഡെസ്ക്ടോപ്പ് ലിസ്റ്റ് ഔട്ട് ദി ആക്ടിവിറ്റീസ് യു ഹാവ് കംപ്ലീറ്റഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ഇത്രയും ചെയ്യാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഡെസ്ക്ടോപ്പിലോട്ട് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഡെസ്ക്ടോപ്പിലോട്ടാണ് ഫസ്റ്റ് ഡെസ്ക്ടോപ്പിൽ എടുത്ത് വന്നു. ഇത് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, മൗസ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഉണ്ട് ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ ഓപ്ഷനിൽ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൾഡർ റെഡിയായി. ഇനി ഇതിന് നമുക്ക് നെയിം കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ തൽക്കാലം നമ്മുടെ നെയിം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ABC എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കുകയാണ്. നെയിം കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫോൾഡർ റെഡിയായി. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മൈ ഡോക്യുമെന്റ്സിലോട്ട് ഈ ഒരു ഫോൾഡർ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ടിന്റെ പേരിൽ റീനെയിം ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോൾഡറിന്റെ മേലെ കൊണ്ടുപോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ കട്ട്, കോപ്പി, പേസ്റ്റ്, റീനെയിം, ഡിലീറ്റ് കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ സെക്കൻഡ് വൺ കോപ്പി. കോപ്പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കീബോർഡിൽ നിന്ന് Ctrl+C അടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഫോൾഡറിന് മേലെ കൊണ്ടുപോയി സെലക്ട് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഫോൾഡർ എന്താവും, കോപ്പി ആകുന്നതാണ്. ഇപ്പം ഞാൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്തു. ഇനി നമ്മുടെ ഡോക്യുമെന്റിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ പേസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ Ctrl+V നിങ്ങളുടെ കീബോർഡിൽ നിന്ന് Ctrl+V അടിച്ചു കഴിഞ്ഞാലും പേസ്റ്റ് ആക്കാം. പേസ്റ്റ് ചെയ്തു. നമ്മുടെ ABC അവിടെ വന്നു അല്ലേ, നമ്മുടെ ഫോൾഡർ ABC അവിടെ വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, റീനെയിം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ടിന്റെ പേരിലോട്ട് റീനെയിം ചെയ്യണം. ഞാൻ ആ ഫോൾഡറിന്റെ മേലെ ഒന്നും കൂടെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഓപ്ഷൻസ് ഉണ്ട്, കട്ട് ചെയ്യാം, കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. നമുക്ക് റീനെയിം ചെയ്യാണ് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ കീബോർഡിലെ ഫംഗ്ഷൻ കീ ആയിട്ടുള്ള F2 ക്ലിക്ക് ചെയ്താലും നമുക്ക് റീനെയിം ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റീനെയിം ചെയ്യാം. അപ്പോൾ അതവിടെ റീനെയിം ബ്ലൂ കളറിൽ കാണുന്നത് അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു പാർട്ടാണ് ആ ബ്ലൂ കളറിൽ കാണുന്നത്. നമ്മുടെ ഫ്രണ്ടിന്റെ നെയിമിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ തൽക്കാലം XYZ എന്ന് പേര് കൊടുക്കുന്നു കേട്ടോ ഫ്രണ്ടിന്. അപ്പോൾ XYZ എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുത്തു. പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൾഡർ അവിടെ റെഡിയായി. ഫ്രണ്ടിൻ്റെ നെയിമിലുള്ള ഫോൾഡർ റെഡിയായി. വീണ്ടും ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് നമ്മുടെ ഫോൾഡർ ഡിലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഡെസ്ക്ടോപ്പിൽ ABC എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോൾഡർ ഇവിടെ ഉണ്ട്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൾഡർ ഡിലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് വേർഡിൽ നിന്നാണ്, MS വേർഡിൽ നിന്നാണ്. 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, എൻ്റർ യുവർ ബയോഡാറ്റ വിത്ത് ദി ഫോളോയിങ് ഡീറ്റെയിൽസ് യൂസിങ് ടൈംസ് ന്യൂ റോമൻ ആൻഡ് സേവ് ദിസ് ഫയൽ വിത്ത് ദി നെയിം ഡീറ്റെയിൽസ് ഇൻ മൈ ഡോക്യുമെന്റ്സ്. അതായത് താഴെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു ബയോഡാറ്റ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ടൈംസ് ന്യൂ റോമൻ എന്ന ഫോണ്ടിലാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഫയല് ഡീറ്റെയിൽസ് എന്ന പേരിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസിയാണ്, 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ അത് നമ്മൾ MS വേർഡ്, MS ഓഫീസ് സ്യൂട്ടിലുള്ള ഒരു പാക്കേജാണ് MS വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാന്നുള്ളത്. അതിനു വേണ്ടി നമ്മൾ ഇവിടെ താഴെ സ്റ്റാർട്ടിൽ സെർച്ച് ബട്ടൺ ഉണ്ട്. അവിടെ നമ്മൾ MS വേർഡ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ വേർഡായിട്ട് ഒരുപാട് വേർഡുമായിട്ട് ബന്ധപ്പെട്ട ആപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മൾ സെലക്ട് ചെയ്തു.
നമ്മുടെ MS വേർഡിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് ഇവിടെ കാണുന്നത്. അത് ബ്ലാക്ക് ഡോക്യുമെന്റ് സെലക്ട് ചെയ്താൽ നമ്മുടെ MS വേർഡ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ബയോഡാറ്റ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബയോഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കാം. ബയോഡാറ്റ ടൈംസ് ന്യൂ റോമൻ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഫോണ്ട് ഇവിടെ കാലിബ്രയിലാണ് കിടക്കുന്നത്. ടൈംസ് ന്യൂ റോമൻ ഇവിടെ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ഫോണ്ട് നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ബയോഡാറ്റ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു ബയോഡാറ്റ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെൻട്രലായിട്ടാണ് ബയോഡാറ്റ വരിക അല്ലേ, ഹെഡിങ് വരിക. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. മൗസ് കർസർ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ അത് സെലക്ട് ആവും. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരുപാട് അലൈൻമെന്റ് ഉണ്ട്. മൗസ് പോയിന്റർ പോകുന്ന സ്ഥലം നോക്കുക കേട്ടോ. അലൈൻ ലെഫ്റ്റ്, Ctrl+L അടിച്ചാലും മതി. അലൈൻ സെന്റർ ആൻഡ് അലൈൻ റൈറ്റ്, ജസ്റ്റിഫൈ. 4 ഓപ്ഷനാണ് നമുക്ക് അലൈൻമെന്റിനുള്ളത്. അപ്പോൾ സെലക്ട് ചെയ്ത ഫയൽ നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള വേർഡ് നമുക്ക് സെൻറ്ററിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സെൻറ്റർ എന്ന അലൈൻമെന്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബയോഡാറ്റ എന്നുള്ളൊരു വേർഡ് സെൻറ്ററിലോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ബോൾഡ് ആക്കാം, അല്ലെങ്കിൽ സൈസ് ഒന്നും കൂടെ കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ബയോഡാറ്റ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, നെക്സ്റ്റ് നമ്മുടെ അതിന് പറഞ്ഞിട്ടുള്ള ബയോഡാറ്റയിൽ പറഞ്ഞിട്ടുള്ള ഫീൽഡുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹെഡിങ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സൈസ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചെറിയ സൈസിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് വേണം ആ ഒരു ഫീൽഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, നെയിം, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, നാഷണാലിറ്റി, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വർക്കിംഗ് എക്സ്പീരിയൻസ്, ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നെയിമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. വേർഡിലോട്ട് തന്നെ പോവാം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ നെയിം എന്നുള്ളത് എല്ലാം ബുള്ളറ്റിംഗ്, അതായത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റാർ എന്ന ബുള്ളറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് ബുള്ളറ്റിംഗ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം ആദ്യം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം, ഇവിടെ സ്റ്റാർ ആയിട്ടാണ് നമ്മുടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്, ബുള്ളറ്റ് കൊടുത്തിട്ടുള്ളത് സ്റ്റാറുകളായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റാർ ബുള്ളറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ സ്റ്റാർ ബുള്ളറ്റിംഗ് വേർഡിലോട്ട് പോയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹോം ടാബിനകത്ത് ഒരുപാട് ലിസ്റ്റുകളുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റ് വൺ ബുള്ളറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ നമ്പറിംഗ് ആണ്, നമുക്ക് നമ്പർ ഇട്ടിട്ട് 1 2 3 നമ്പർ ഇട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വൺ ബുള്ളറ്റിംഗ് ആണ് നമുക്ക് വേണ്ടത്, ബുള്ളറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഞാൻ സ്റ്റാർ സെലക്ട് ചെയ്യാണ്. സ്റ്റാർ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് നെയിം എന്ന ഫീൽഡാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ടാബ് കീ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചിട്ട് ഒരു ബുള്ളറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ബയോഡാറ്റ കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ അങ്ങനെയാണ് എഴുതുക. അതിനുശേഷം നെക്സ്റ്റ് ഫീൽഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ക്വസ്റ്റ്യൻ നമ്മളൂടെ നോക്കാം. ക്വസ്റ്റ്യനിൽ നെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഫാദേഴ്സ് നെയിം ആണ്. അപ്പോൾ ഫാദേഴ്സ് നെയിം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫാദേഴ്സ് നെയിം കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടാബ് കീ പ്രസ് ചെയ്തിട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഫാദേഴ്സ് നെയിം കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. നെക്സ്റ്റ് വൺ സെക്സ് ആണ് വരുന്നത്. സെക്സ് കൊടുത്തു. നെക്സ്റ്റ് വരുന്നത് നാഷണാലിറ്റി ആണ്. അതും കഴിഞ്ഞു. നെക്സ്റ്റ് വൺ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ബയോഡാറ്റയിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. working experience. ഇത്രയും ആയാൽ നമ്മുടെ ബയോഡാറ്റ റെഡിയായി. ഇനി ഇത് നമ്മൾ ഒന്ന് സ്റ്റൈലിഷ് ചെയ്യാം. അതായത് ഇതിൻ്റെ ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് വിടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങളെ ക്വസ്റ്റ്യൻ. കുറച്ചും കൂടെ വിടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മോഡിഫൈ ചെയ്യുന്നുണ്ട് ഫൈനൽ ലുക്കിന്. അപ്പം നമ്മുടെ ബയോഡാറ്റ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബയോഡാറ്റയെ ഡീറ്റെയിൽസ് എന്ന പേരിൽ സേവ് ചെയ്തിട്ട് മൈ ഡോക്യുമെന്റിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Ctrl+S ക്ലിക്ക് ചെയ്താലും മതി. അതല്ലെങ്കിൽ പിന്നെ ഇവിടെ ക്വിക്ക് ആക്സസിൽ സേവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ സേവ് ആസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സേവ് ആസ് നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മൈ ഡോക്യുമെന്റിലാണ് സേവ് ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ അപ്പോൾ മൈ ഡോക്യുമെന്റ്സിനകത്താണ് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഇവിടെ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈ ഡോക്യുമെന്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ സൈഡിലായിട്ട് ഡോക്യുമെന്റ്സ് നമുക്ക് കാണാം. അത് നമ്മൾ ഓപ്പൺ ചെയ്തു. ബയോഡാറ്റക്ക് പകരം നമ്മളോട് ഡീറ്റെയിൽസ് എന്ന പേരിലാണ് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽസ് എന്ന പേരിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബയോഡാറ്റ സേവ് ആയി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. 10 മാർക്സിൻ്റെ ഉള്ള ഒരു സ്ലൈഡ് ഷോ കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ പവർ പോയിന്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പവർ പോയിന്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സലും വേർഡും സെർച്ച് ചെയ്ത പോലെ പവർ പോയിന്റ് ഒക്കെ MS ഓഫീസ് സ്യൂട്ടിലുള്ള പാക്കേജസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്ലൈഡുകൾ ഉണ്ടാവുക. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ പവർ പോയിന്റ് വിൻഡോ ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് അല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം നമുക്ക്. ക്രിയേറ്റ് എ സ്ലൈഡ് ഷോ ഓഫ് ബർത്ത്ഡേ വിഷസ് ഓഫ് യുവർ ഫ്രണ്ട് അറ്റ്ലീസ്റ്റ് 4 സ്ലൈഡ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. പവർ പോയിന്റ് എടുത്തു. അപ്പം നമ്മൾ ഡിഫോൾട്ടായിട്ട് കാണുന്ന സ്ലൈഡിൻ്റെ ഒരു വിൻഡോ ആണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് സ്ലൈഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഇനി താഴെ സബ് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അവിടെ ഞാനൊന്ന് ടു മൈ ഫ്രണ്ട് എന്നോ എന്തെങ്കിലും ഒന്നും കൂടെ ടൈപ്പ് ചെയ്യാണ്. ടു മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് എന്നോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് ബോക്സ് അവിടെ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്ലൈഡ് നമുക്കൊന്നും കൂടെ ഒന്ന് സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള ഈ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നത് നമുക്കൊന്ന് സ്റ്റൈലിഷ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നമുക്ക്
അതിൻ്റെ സൈസ് കൂട്ടാനും അതുപോലെ കളർ ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് നമുക്കിവിടെ ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നമ്മുടെ കളർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിലോട്ട് ഇതിനെ ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒരു റെഡ് കളർ തന്നെ കൊടുക്കാം അല്ലേ, എന്തെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്തിട്ട് കൊടുത്തു. അതിന് ശേഷം അതിനൊന്ന് ഞാനൊന്ന് ബോൾഡാക്കി സൈസ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ഇതിൽ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് സ്ലൈഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഹോം ടാബിനകത്ത് ന്യൂ സ്ലൈഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ലൈഡ്സ് എന്ന പാനലിൽ ന്യൂ സ്ലൈഡ് എന്ന് കാണാൻ വേണ്ടി പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ സ്ലൈഡ് ആണ്. ഒരുപാട് തീമുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ടൈറ്റിൽ സ്ലൈഡ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ട ടൈറ്റിൽ സ്ലൈഡാണ് നമ്മൾ അത് ഫസ്റ്റിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് വേറെ മറ്റുള്ള സ്ലൈഡ് തീമുകൾ നമുക്ക് അവൈലബിൾ ആണ്. ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, സെക്ഷൻ ഹെഡർ, ടു കണ്ടന്റ്, കമ്പാരിസൺ, ടൈറ്റിൽ ഓൺലി, ബ്ലാങ്ക്, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് സ്ലൈഡുകളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സ്ലൈഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡും നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ലൈഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ സെക്കൻഡ് സ്ലൈഡിൽ തൽക്കാലം ചിയേഴ്സ് എന്തെങ്കിലും ഒരു വേർഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. ചിയേഴ്സ് ഓൺ യുവർ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് സ്ലൈഡിൽ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് സെലക്റ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സ് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ജസ്റ്റ് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഫോർമാറ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻസും കളറുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഞാൻ തൽക്കാലം റെഡ് കളറിലായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്ലൈഡും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് കൊടുക്കാം. ഇതുപോലുള്ള 4 സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 സ്ലൈഡ്സ് നിങ്ങൾക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. സൈസും വിഡ്ത്തൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. 60 വേർഡ് ആർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അഥവാ ഇതിൻ്റെ ഡിസൈൻ ഒന്ന് ചേഞ്ച് ചെയ്യണം, ഓരോ സ്ലൈഡിൻ്റെയും ഡിസൈൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ നമുക്ക് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ടാബ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിൽ ഒരുപാട് ഡിസൈനുകൾ ഉണ്ട്. ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ഇതിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ലൈഡിനും സെയിം ഡിസൈൻ നമുക്ക് വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫയലിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് സേവ് ആസിൽ പോയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് സേവ് ചെയ്യുക. BC എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പ്രസൻറ്റേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് കമ്പ്യൂട്ടറിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഒന്ന് പഠിക്കുക കേട്ടോ. ചെയ്ത് പഠിക്കുക. ഓക്കെ, ഈസിയാണ്, നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ആ ടേബിൾ നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എക്സലാണ് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, താഴെ നമ്മൾ നേരത്തെ വേർഡ് സെർച്ച് ചെയ്ത പോലെ എക്സലാണ് സെർച്ച് ചെയ്യേണ്ടത്. ഓക്കെ, എക്സലാണ് നമ്മൾ ഈ എക്സലിന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ ഇവിടെ എക്സൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ എക്സൽ ഷീറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നത് ABCDEF
വരെ നമുക്ക് എന്തുണ്ട് EFGHIJK എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോളംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് F വരെയാണ് വേണ്ടത്. നമ്മളെ ക്വസ്റ്റ്യനിലുള്ള ഫീൽഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിം ഓഫ് സ്റ്റുഡൻറ്, റോൾ നമ്പർ, പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4. അപ്പോൾ ഇത്രയും കോളംസ് ആണ് ഈ ഒരു ടേബിളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അതാദ്യം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കോളംസ് നെയിം നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നെയിം ഓഫ് സ്റ്റുഡൻറ്, റോൾ നമ്പർ, പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഡീറ്റെയിൽസും ഡാറ്റാസും ഒക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് എ വർക്ക് ബുക്ക് കണ്ടെയ്നിങ് 3 വർക്ക് ഷീറ്റ്സ്. 3 വർക്ക് ഷീറ്റുകളുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സോറി, ഒരു ഇതാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഷീറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഇതൊരു വർക്ക് ബുക്ക് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഷീറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ 3 വർക്ക് ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇവിടെ പ്രസ് അടിച്ചു കഴിഞ്ഞാൽ ന്യൂ ഷീറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 2 ഷീറ്റായി. ഒന്നുകൂടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഷീറ്റ് നമുക്ക് ഇവിടെ കിട്ടി. സേവ് ദി വർക്ക് ബുക്ക് വിത്ത് ഇൻ നെയിം മാർക്ക് ഷീറ്റ്. ഫസ്റ്റ് തന്നെ നമ്മളോട് സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ക്വിക്ക് ആക്സസ് ബാറിൽ ഇവിടെ നമുക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഫയലിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി, സേവ് ആസിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിലോ എവിടെയെങ്കിലും പോയിട്ടൊന്ന് സേവ് ചെയ്യാം. ബുക്ക് 1 എന്നുള്ളത് നമ്മൾ എന്താ നെയിം കൊടുക്കേണ്ടത്, മാർക്ക് ഷീറ്റ്. മാർക്ക് ഷീറ്റ് എന്ന പേരിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. മാർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സേവ് ചെയ്തു. മാർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിനകത്ത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റീനെയിം ദ 3 വർക്ക് ഷീറ്റ് ആസ് മാർക്ക് ഷീറ്റ് 1, മാർക്ക് ഷീറ്റ് 2, മാർക്ക് ഷീറ്റ് 3. തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു ഷീറ്റിനെ നമ്മൾ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഷീറ്റ് 1നെ നമ്മൾ മാർക്ക് ഷീറ്റ് 1 എന്ന് ആക്കാൻ വേണ്ടിയിട്ട് മൗസ് അതിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മാർക്ക് ഷീറ്റ് 1 എന്ന് നമുക്കിതിന് പേര് കൊടുക്കാം. എന്ന് പേര് കൊടുത്തു. സെയിം ആസ് അതേപോലെ തന്നെ നമുക്ക് ഷീറ്റ് 2ൻ്റെ മേലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ചെയ്യാം. മാർക്ക് ഷീറ്റ് 2, അതേപോലെ മാർക്ക് ഷീറ്റ് 3. സോറി, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മാർക്ക് ഷീറ്റ് 3. ഓക്കെ, അത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, കോപ്പി ദി ഗിവൺ ടേബിൾ ഇൻ മാർക്ക് ഷീറ്റ് 1. മാർക്ക് ഷീറ്റ് 1ലോട്ട് നമ്മുടെ ടേബിൾ കോപ്പി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ഫീൽഡുകളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടേബിളിലുള്ള പോലെ ഒന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്കത് ചെയ്യാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോളം മാർക്ക് ഷീറ്റ് 1ൽ ക്രിയേറ്റ് ചെയ്യാണ്. നെയിം ഓഫ് സ്റ്റുഡൻറ്. നെയിം ഓഫ് സ്റ്റുഡൻ്റ് ആണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നെയിം ഓഫ് സ്റ്റുഡൻറ് എന്നുള്ളത് എ എന്ന കോളത്തിനേക്കാളും വലുതായി അല്ലേ. ഒരുപാട് ലെങ്ത് ഉള്ളൊരു വേർഡാണ്, കുറച്ച് ലെങ്ത് ഉള്ളൊരു വേർഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോളം ലെങ്ത്, ഈ ഒരു കോളത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു വേർഡ് കൊള്ളണം. അപ്പോൾ നമുക്ക്, നിങ്ങൾ എക്സൽ പഠിച്ചിട്ടുണ്ടാവും, എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ ഒരു എ എന്ന കോളത്തിൻ്റെ മേലെ ഇവിടെയുള്ള ലൈനുമ്മൽ ഒന്ന് എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോളത്തിൻ്റെ വിഡ്ത്ത് കൂട്ടാൻ വേണ്ടി പറ്റും. ഓക്കെ. സെക്കൻഡ് വരുന്നത് റോൾ നമ്പർ ആണ്. റോൾ നമ്പർ. തേർഡ് വൺ വരുന്നത് പേപ്പർ 1. പേപ്പർ 3.
നെക്സ്റ്റ് പേപ്പർ 4. അത്രയും ഫീൽഡുകളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെയിം ഓഫ് സ്റ്റുഡൻസിൻ്റെ നെയിമൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അജയ് ഭാട്യ. ഇതിൻ്റെ വിഡ്ത്തൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ സൈഡിൽ സീരിയൽ നമ്പർ കാണുന്നിടത്തൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കോളത്തിൽ പിടിച്ചിട്ടൊന്ന് റോയിൽ പിടിച്ചിട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിഡ്ത്തൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? റോൾ നമ്പർ ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് റോൾ നമ്പർ, സെക്കൻഡ് വൺ 1029, തേർട്ടീൻ 01 1250. ഇത്രയാണ്. നെക്സ്റ്റ് വരുന്നത് മാർക്കുകളാണ്. പേപ്പർ 1 79, പേപ്പർ 2 മാർക്ക് 81, പേപ്പർ 3 72 ആൻഡ് പേപ്പർ 4 85. നെക്സ്റ്റ് ആളുടെ 70, 69, 65, 72. നെക്സ്റ്റ് വരുന്നത് 82, 84, 81, 85. And the next 73, 74, 71, 76, 64, 69, 67, 65. നമുക്കിതൊന്ന് ഓൾട്ടർ ചെയ്തിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വാല്യൂസൊക്കെ ഒന്ന് സെൻറ്ററിലാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയാണ് ഉള്ളത്. ഇത്രയാണ് ഡാറ്റ സെൻറ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ തന്നിട്ടുള്ള ടേബിൾ അതേപോലെ നമ്മൾ മാർക്ക് ഷീറ്റ് 1 എന്ന ഷീറ്റിൽ ഏതാണ് ഇപ്പോൾ ഓപ്പണായി കിടക്കുന്നത് അവിടെ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മാർക്ക് ഷീറ്റ് 2-ൽ ഇവിടെ ഇപ്പോൾ ABCDEF വരെയുള്ള കോളംസ് നമ്മൾ യൂസ് ചെയ്തു. G എന്ന കോളത്തിൽ ഓരോ ആൾക്കാർക്കും കിട്ടിയിട്ടുള്ള സം എന്താണോ അത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു ടേബിൾ മാർക്ക് ഷീറ്റിലോട്ട് കോപ്പി ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി. നമ്മൾ ഈ ഒരു ടേബിൾ നമുക്ക് മാർക്ക് ഷീറ്റിലോട്ട് കോപ്പി ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ടേബിൾ മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്തിട്ട് മാർക്ക് ഷീറ്റിലോട്ട് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. ഞാൻ മാർക്ക് ഷീറ്റ് 3-ലോട്ട് ഇവിടെ കൊണ്ടുപോയിട്ടൊന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൺട്രോൾ V പ്രസ് ചെയ്തിട്ടോ നമുക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ അതൊന്ന് വിഡ്ത്തൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക കേട്ടോ. പേരൊക്കെ നമ്മൾ ഫസ്റ്റ് മാർക്ക് ഷീറ്റ് 1-ൽ ചെയ്ത പോലെ വിഡ്ത്തൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി മാർക്ക് ഷീറ്റ് 1-ൽ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ക്വിക്ക് ആക്സസിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടെ സേവ് ചെയ്യണം.
ഇനി മാർക്ക് ഷീറ്റ് 2 എടുക്കുക. മാർക്ക് ഷീറ്റ് 2ലാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദി ടോട്ടൽ മാർക്സ് ഓഫ് ഈച്ച് സ്റ്റുഡൻസ് ഇൻ കോളം ജി ഓഫ് മാർക്ക് ഷീറ്റ് 2. മാർക്ക് ഷീറ്റ് 2ലെ ജി കോളത്തിൽ എല്ലാ കുട്ടികളുടെയും ടോട്ടൽ മാർക്ക് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോളം ജിയിൽ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ജിയിലൊരു കോളം കൊടുക്കാം. അപ്പോൾ ഓരോ പേപ്പർ 1, 2, 3, 4 ഒരു കുട്ടിക്ക് കിട്ടിയ കോളം ഇവിടെ കാണേണ്ടത്, സോറി സമ്മാണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ സമ്മ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സൽ യൂസ് ചെയ്തിട്ട് കാൽക്കുലേഷൻസ് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ ടോട്ടൽ എന്ന കോളത്തിലെ ടോട്ടൽ ജിയിലാണ് കിടക്കുന്നത് അല്ലേ, സെക്കൻഡ് റോയിൽ ജി കോളത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് G2ലാണ് നമുക്ക് എന്ത് കാണേണ്ടത്, ടോട്ടൽ കാണേണ്ടത്. G2 എന്ന് പറഞ്ഞ സെല്ലിലാണ് നമുക്ക് ടോട്ടൽ കാണേണ്ടത്. ഫസ്റ്റ് ആളുടെ, അതായത് അജയ് ഭട്ട എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ നമുക്ക് ടോട്ടൽ മാർക്ക് ഇവിടെയാണ് കാണേണ്ടത്. അപ്പോൾ ഈ ഒരു കോളം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. അതേപോലെ പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ f(x) എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എക്സലിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സം, ആവറേജ്, ഹൈപ്പർ ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ സമ്മ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മളോട് ചോദിക്കുന്നത് ഏതൊക്കെ സെല്ലിലുള്ള നമ്പേഴ്സ് തമ്മിലാണ് ആഡ് ചെയ്തിട്ടുള്ള സമ്മാണ് കാണേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ 79, അതായത് പേപ്പർ 1 കിടക്കുന്നത് ഏത് സെല്ലിലാണ്, C2, സി എന്ന കോളത്തിലെ സെക്കൻഡ് റോയിലാണ് കിടക്കുന്നത്. C2 എന്ന കോളത്തിലാണ് കിടക്കുന്നത് അല്ലെ, C2 എന്ന സെല്ലിലാണ് കിടക്കുന്നത്. അവിടെ മുതൽ പേപ്പർ 4ൽ F2, അതായത് എഫ് എന്ന കോളത്തിലെ സെക്കൻഡ് റോയിലുള്ള എഫ് എന്ന കോളത്തിലുള്ള വാല്യൂ 85, അതായത് 79 മുതൽ 85 വരെയുള്ള വാല്യൂ കൂട്ടിയിട്ടാണ് നമുക്ക് ടോട്ടൽ എന്നുള്ള G2 എന്നുള്ള ടോട്ടൽ ആദ്യമായിട്ട് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ B2 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ B2 നമ്മളുടെ റോൾ നമ്പർ ആണ്, അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ B എന്നുള്ളത് എന്തോ ആക്കി കൊടുക്കുക, മാറ്റിയിട്ട് C2 മുതലാണ് നമുക്ക് കിട്ടേണ്ടത്. C2 മുതൽ കിട്ടി. നമ്മൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 79 പ്ലസ് 81 പ്ലസ് 72 പ്ലസ് 85 317 317 എന്നുള്ള ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്യണം. ഞാൻ ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം. എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് സെക്കൻഡ് പേഴ്സന്റെ മാർക്ക്, ടോട്ടൽ മാർക്കാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു തേർഡ് റോയിലുള്ള ആളുടെ ജി എന്ന ആ ഒരു കോളത്തിൽ, തേർഡ് റോ ജി കോളത്തിലൊന്ന് പ്രസ് ചെയ്തു. അതിനുശേഷം f(x) ക്ലിക്ക് ചെയ്തു. സമ്മ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം B3 മുതൽ F3 വരെയല്ല, C3 മുതൽ F3 വരെയുള്ള നമ്പേഴ്സാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അതായത് 70 പ്ലസ് 69 പ്ലസ് 65 പ്ലസ് 72, അതിൻ്റെ ആൻസറാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്കൊരു ഈസി വേ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ബാക്കിയുള്ളതും കൂടെ ചെയ്യാൻ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ ഒരു കോർണറിൽ നമ്മൾ ഒരു ബ്ലാക്ക് പ്ലസ് മാർക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് മൗസ് പിടിച്ചിട്ട് ഒന്ന് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ സമ്മും കൂടെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതും ചെയ്തു. ഇതും നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ക്വിക്ക് ആക്സസിൽ പോയിട്ടൊന്ന് സേവ് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+S പിടിച്ചിട്ട് നമ്മളൊന്ന് വീണ്ടും സേവ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും സേവ് ചെയ്യണത് നല്ലതാണ് കേട്ടോ. കാരണം എന്തെങ്കിലും പവർ ഫെയിലിയറോ കാര്യങ്ങളോ കമ്പ്യൂട്ടറിന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാർക്ക് 3ൽ ഷോ ദി ആവറേജ് മാർക്ക് ഓഫ് ഈച്ച് സ്റ്റുഡൻറ് ഇൻ കോളം F ഓഫ് മാർക്ക് 3. മാർക്ക് ഷീറ്റ് 3ലെ എഫ് കോളത്തില്, സോറി മാർക്ക് ഷീറ്റ് 1ൽ ഡാറ്റ എൻട്രി ചെയ്ത് കൊടുത്തു. മാർക്ക് ഷീറ്റ് 2ൽ നമ്മൾ അതിൻ്റെ ടോട്ടൽ കണ്ടു. ഇനി മാർക്ക് ഷീറ്റ് 3ൽ നമ്മൾ അതിൻ്റെ ആവറേജും കൂടെ കാണും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർക്ക് ഷീറ്റ് 3ൽ ഞാൻ ഇവിടെ ഒരു ആവറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ആവറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം ആസ് നമ്മൾ എങ്ങനെയാണോ ടോട്ടൽ കണ്ടത് അതേപോലെ തന്നെയാണ് ആവറേജും കാണാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എഫ് ഓഫ് എക്സിൽ നിന്ന് സെലക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, എവിടെയാണോ ആവറേജ് കാണേണ്ടത് അവിടെ മൗസ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എഫ് ഓഫ് എക്സിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നേരത്തെ നമ്മൾ സമ്മിൻ്റെ കൂടെ ആവറേജ് ഉണ്ട്. അപ്പോൾ ആ ആവറേജ് ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് കാണാനുള്ള ഓപ്ഷൻ ഇവിടെ വരും. നമുക്ക് എന്തിൻ്റെ ആവറേജാണ് കാണേണ്ടത്? സമ്മ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു മാർക്ക് ഷീറ്റ് 2 അല്ലേ. അപ്പോൾ നമ്മൾ സമ്മിൻ്റെ, അതായത് സമ്മ് നമ്മളെ ഫസ്റ്റ് ആളുടെ സമ്മ് എവിടെയാണ് കിടക്കുന്നത്? G2ലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ 4 പേപ്പറിൻ്റെ മാർക്കുകളാണല്ലോ കൂട്ടിയിട്ടാണല്ലോ നമുക്ക് G2 കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ നമുക്ക് ആവറേജ് കിട്ടുമല്ലോ. ആവറേജ് അങ്ങനെയല്ലേ കാണാം, സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേപ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് മാർക്കാണ് നമ്മൾ മാർക്കിൻ്റെ ആവറേജ് കാണാൻ വേണ്ടി ചെയ്യുക. അപ്പം നമ്മളിവിടെ G2ലാണ് നമ്മുടെ ഫസ്റ്റ് ആളുടെ ആവറേജ് സമ്മ് കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ G2 ആവറേജ് ഓഫ് G2 ഡിവൈഡഡ് ബൈ 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ 2 ആണ് അടിച്ചിട്ടുള്ളത്. 4 നമ്പേഴ്സ് മാർക്കിൻ്റെ ആവറേജ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, G2 ഡിവൈഡഡ് ബൈ 4 ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ആവറേജ് വന്നു. ഒന്നിൻ്റെ ആവറേജ് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്ത് ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കോർണറിൽ ബ്ലാക്ക് കളറിലുള്ള പ്ലസ് പോയിന്റ് നമ്മൾ പ്ലസ് കാണുകയാണെങ്കിൽ അതൊന്ന് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ കൂടെ ആവറേജ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ സേവ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയാണ് ഈ തേർഡ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും.